പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ വാഴ്ത്തുന്നു. നന്നായിരിക്കുന്നുവോ? പ്രഭാതവേള വളരെ രമ്യമായൊരു വേളയാണ്. ഓരോ ദിവസം ആരംഭിക്കുമ്പോഴും മനസ്സിനും സന്തോഷമുണ്ടാകും. ചിലർക്കെപ്പോഴും വ്യാകുലതയാണ്. ഇതിനെന്ത് ചെയ്യും, അതിനെന്ത് ചെയ്യും, മറ്റേതിനെന്ത് ചെയ്യും എന്നൊക്കെ. എന്തു തന്നെ ആയാലും ആയിക്കോട്ടെ, യേശു കൂടെയുണ്ടെങ്കിൽ അതല്ലേ സന്തോഷം. യേശു നോക്കിക്കൊള്ളും. ഇതുവരെ സഹായിച്ചിട്ടില്ലേ, ഇനിയും സഹായിക്കും. നാം ഇപ്പോൾ യേശുവിന്റെ സൃഷ്ടിയെയും അതിന്റെ മഹത്വത്തെയും കാണുന്നു. മനുഷ്യർക്ക് വേണ്ടി ദൈവം എത്ര മനോഹരമായ കാര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് നോക്കൂ. ഈ കാണുന്ന ചായത്തോട്ടമില്ലേ, ഇത് മൂന്നാറിലാണ് ഉള്ളത്. ഇത് നമ്മുടെ ഇന്ത്യയിലെ പ്രശസ്തിയാർജിച്ച കേൾവികേട്ട തേയിലയാണ്. എന്തുകൊണ്ടാണെന്നോ, ഇത് വളരെ ഉയർന്ന സ്ഥലത്താണുള്ളത്. ഇതൊരു ഉയരമുള്ള മലയാണ്. ഇവിടെ വളരെ ഉയരമുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഏറ്റവും ഉയരമുള്ള സ്ഥലത്ത് വളരുന്ന തേയിലയ്ക്ക് അതിൻ്റെതായ സ്വാദും മണവും ഉണ്ടാകുമത്രേ. പൊതുവായി ചായയില, ടീ ലീഫ് എന്ന് പറയുന്നില്ലേ, അതിന്റെ തളിരാണ് ഇവർ പറിച്ചെടുക്കുന്നത്. 15 ദിവസത്തിലൊരിക്കൽ, മഴക്കാലത്ത് 8 ദിവസത്തിലൊരിക്കൽ പറിക്കും. ദേ ഈ കുരുത്ത് കണ്ടോ, ഇതിൽ 4 വിധം തേയില അടങ്ങിയിരിക്കുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഒരാൾ വിശദമായി പറഞ്ഞു തന്നത്. അത്ഭുതം തോന്നുന്നില്ലേ? ഞാനും അത്ഭുതപ്പെട്ടു. ദൈവത്തിന്റെ സൃഷ്ടി അത്ഭുതം തന്നെ. ഈ ഇലയെയാണ് ചായപ്പൊടിയാക്കുന്നത്. ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന ചായപ്പൊടി, അതിനാണ് ഇത്. ഈ ഇല ബ്രിട്ടീഷുകാർ ചായ ഇല്ലാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. ബ്രിട്ടീഷുകാർക്ക് ഇത് പ്രോസസ്സ് ചെയ്ത് അവിടേക്കാണ് ഇത് കൂടുതലായി അയക്കുന്നത്. അവർക്ക് ഉപയോഗിക്കാനുള്ളതാണിത്. ഇത് ഗ്രീൻ ടീക്ക് ഉള്ളതാണ്. നമ്മൾ ഗ്രീൻ ടീ കുടിക്കാറില്ലേ? ഗ്രീൻ ടീ രാവിലെയും വൈകുന്നേരവും കുടിക്കുന്ന ശീലം വളരെ നല്ലതാണ്. ഇപ്പോൾ കാപ്പിക്ക് പകരം ഗ്രീൻ ടീയാണ് കുടിക്കാറുള്ളത്. കാപ്പി നിർത്തിയിട്ട് ഒരുപാട് കാലമായി. ഞങ്ങളുടെ വീട്ടിലും മിക്കവാറും എല്ലാവരും കുടിക്കാറുള്ളത് ഗ്രീൻ ടീ തന്നെയാണ്. ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിന്റെ നടുവിലൊരു കോലുമാതിരിയില്ലേ, ഇതാണ് വൈറ്റ് ടീ. വൈറ്റ് ടീ, സിൽവർ ടീ എന്നാണ് ശ്രീലങ്കയിൽ പറയാറുള്ളത്. ഇത് വെയിലത്തുണക്കിയാണ് പ്രോസസ്സ് ചെയ്യാറുള്ളത്. ഓരോന്നും പ്രോസസ്സ് ചെയ്യുന്ന വിധം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോന്നും ഓരോ വിധത്തിൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടാകാൻ ഗ്രീൻ ടീ, വൈറ്റ് ടീ ബ്ലഡ് ക്ലോട്ട് ഇല്ലാതാക്കുമത്രേ. നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വിലയും വളരെ കൂടുതലാണ്. മിക്കവാറും ഇതെല്ലാം കയറ്റുമതി ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് തരം താണതായിരിക്കും. ടീ ഡസ്റ്റ് എന്ന് പറയും, ചായ ചവറ് എന്നല്ലേ പറയുന്നത്. നമ്മൾ സ്വാദിനു വേണ്ടി കുടിക്കുന്നു. ആരോഗ്യത്തിനു വേണ്ടി കുടിക്കാൻ ഗ്രീൻ ടീ, വൈറ്റ് ടീ എന്നിവയാണ് നല്ലത്. കണ്ടോ, ദൈവം നമുക്ക് വേണ്ടി ഒരു തളിരിന്ന് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് അല്ലേ? അത്ഭുതമായിരിക്കുന്നു. ഇതൊരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? മനുഷ്യർക്കിത് കണ്ടുപിടിക്കാനാകും. ദൈവത്തിന്റെ സൃഷ്ടിയെ കണ്ടുപിടിച്ച് മനുഷ്യരനുഭവിക്കട്ടെ എന്ന് ജ്ഞാനം തന്നിരിക്കുന്നു. അത്രയേയുള്ളൂ. എത്ര അത്ഭുതവാനായ ദൈവമാണല്ലേ! ദൈവത്തിന് നന്ദി പറയാം. ഇനി മുതൽ ചായ കുടിക്കുമ്പോൾ ഇതെല്ലാം ഓർമ്മയുണ്ടാകുമല്ലേ? ശരി, ഇപ്പോൾ ദൈവം എനിക്ക് തരുന്ന വചനം എന്താണെന്നറിയാൻ കാത്തിരിക്കുകയാണോ? 71 സങ്കീർത്തനം 1 വാക്യം. നല്ലൊരു പ്രാർത്ഥനയാണിത്. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. ഞാൻ ലജ്ജിച്ചു പോകുമോ എന്ന പരിതസ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ കാര്യം നടക്കുമോ, നടക്കില്ലേ? എങ്ങനെയാകും? ഞാൻ ലജ്ജിക്കേണ്ടി വരുമോ അഥവാ അപമാനപ്പെട്ടു പോകുമോ? വസിക്കുന്ന സ്ഥലത്തും ജോലി ചെയ്യുന്ന സ്ഥലത്തും ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്തും അയ്യോ എനിക്ക് അപമാനം ഉണ്ടാകുമോ എന്ന് ഭയപ്പെടുന്നില്ലേ? ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കൂ. കർത്താവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. വിശ്വാസത്തെ എടുത്തു പറയൂ. ഞാൻ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ വിടരുതേ. ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. പ്രാർത്ഥിക്കുമോ? ഇന്ന് പ്രാർത്ഥിക്കുമോ? എങ്കിൽ ദൈവത്തോട് പറയൂ, കർത്താവേ, ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു. പറയൂ, ഹൃദയത്തിൽ കൈവച്ചു പറയൂ, കർത്താവേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. ഞാൻ അപമാനിക്കപ്പെടാതിരിക്കുമാറാക്കണമേ. ഞാൻ അപമാനിക്കപ്പെടാതിരിക്കണം. യേശുവിന്റെ നാമത്തിൽ എന്നെ അപമാനപ്പെടാൻ വിടരുതേ. പിതാവേ, ഈ മകനും ഈ മകളും അങ്ങയെ നോക്കി പ്രാർത്ഥിക്കുന്നു. ഇവർ ലജ്ജിക്കപ്പെടാതിരിക്കാൻ ഇന്ന് തന്നെ ഒരു അത്ഭുതം ചെയ്ത് സന്തോഷിപ്പിക്കണേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ